ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് KTMൻ്റെ ഡ്യൂക്ക് 250 ആണ്. ഒരു ബ്ലൂ കളർ വേരിയൻ്റാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത് 390 ഡ്യൂക്കിൻ്റെ ഒരു ഏകദേശം സിമിലർ അല്ലെങ്കിൽ സെയിം ഡിസൈൻ തന്നെ പറയാം. വിത്ത് 31 PS of power and 25 Nm of torque. ഓക്കെ, ഇതിൻ്റെ ഡിസ്പ്ലേ 390 വരുന്ന സെയിം ഡിസ്പ്ലേ ആണ്. സ്വിച്ചസും 390 വരുന്ന സെയിം സ്വിച്ചസാണ് വരുന്നത്. അതേ ടേൺ ഓഫ് സ്വിച്ച് അതൊക്കെ സെയിം ആണ്. ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 390 ആണോ 250 ആണോ എന്നറിയും. ഓക്കെ, ഇത് 390 പോലെ അത്രയും അഗ്രസീവായിട്ടുള്ള ബൈക്കല്ല. ഇതിലിപ്പോൾ ഡ്രൈവിംഗ് മോഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്പീഡിലാണുള്ളത്. അപ്പോൾ നമുക്കൊന്ന് റൈഡ് ചെയ്തിട്ടൊക്കെ നോക്കാം എങ്ങനെയുണ്ട് സംഭവം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേയുടെ ഡിസൈൻ, ഒരു ആനിമേഷനൊക്കെ കാണുന്നുണ്ട്. ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ KTM എന്നാണ്. അപ്പോൾ അഗൈൻ താങ്ക്സ് ഫോർ ദാറ്റ്. ഇതിനൊരു ഹസാർഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ഫുട്ടിടാണ്. ഞാൻ 5.8 ആണ്. ജസ്റ്റ് ഒന്ന് ഇത് 390 ഡ്യൂക്ക് പോലെ അങ്ങനെ എടുത്ത് ചാടി പറന്ന് പോകുന്ന വണ്ടിയൊന്നല്ല. ഒരു എന്താ പറയുക, ഒരു KTM ഡ്യൂക്ക് വേണം, പക്ഷേ 390ൻ്റെ പവറും വേണ്ട. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണിത്. ഇതിപ്പോൾ ഞാൻ അവിടുന്ന് ഷോറൂമിൽ ഇങ്ങോട്ട് എടുത്തിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സുഖത്തിലുള്ള ഡ്രൈവായിരുന്നു. അപ്പോൾ ടേണിങ് റേഡിയസ് ഒന്ന് നോക്കാം. വളരെ സുഖത്തിൽ ഇതാണ് ഇതിൻ്റെ ടേണിങ് റേഡിയസ്. ഓക്കെ, പിന്നീട് ഞാൻ ഇൻഡിക്കേറ്ററിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിപ്പം ABS റോഡ് മോഡിലാണ്. ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് മോഡ്. ഓടിക്കാൻ നല്ല കംഫർട്ടാണ്. അതേപോലെ നമ്മുടെ ലെഗ്സൊക്കെ ടാങ്കിന് ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ച മാതിരി വെച്ചിട്ടാണ് നമ്മൾ ഇരുന്ന് ഓടിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് നൈസ്. ഞാൻ എൻ്റെ വണ്ടി BMW G39 GS ആണ്. അപ്പോൾ അഡ്വഞ്ചർ ബൈക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഞാൻ 19 ഓടിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ എൻ്റെ ഹൈറ്റ് ഒരു 5'8" ആണ്. എനിക്കിത് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ച് റോഡാണ്. ഏകദേശം 3 o'clock ആയിരുന്നു ഇത്ര. അതുകൊണ്ട് ആൾക്കാരുടെ കുറവാണ്. ഒരു നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടി ഫുൾ ക്രൗഡഡാണ്. അപ്പോൾ കണ്ണൂരൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബ്രേക്കിങ്. ഓക്കെ, ഇതിൻ്റെ 390ൻ്റെ കൊടുത്തിരിക്കുന്ന ഫീച്ചർ പാഡ്സും അങ്ങനത്തെ സംഭവമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ബ്രേക്കിംഗ് ഇസ് ഓക്കെ, വെരി ഗുഡ്. കമ്പയർ ടു അതർ 250 ബൈക്സ്, വെരി ഗുഡ്. പിന്നെ ഞാനിതിന് മുന്നേ KTMൻ്റെ 250 അഡ്വഞ്ചർ കുറേ കാലം യൂസ് ചെയ്തതാണ്. അപ്പോൾ അതിനൊക്കെ ആ ഒരു ടൈപ്പ് എൻജിൻ്റെ വലിയൊരു ഡിഫറൻസ് ഇതിന് തോന്നുന്നുണ്ട്. ആ ഒരു 250 സീരീസ് എൻജിൻ. ഓക്കെ, നല്ലൊരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാനുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ അത്ര
വലിയ പുള്ളിയൊന്നും അങ്ങനത്തെ സംഭവം ഒന്നും പേടിക്കുകയോ വേണ്ട, സ്മൂത്തായിട്ട് ഓടിക്കാം. ഓക്കെ, ഇതിൻ്റെ ഫോൺ അത്ര പോലെ ഫോണാണെങ്കിൽ നിങ്ങളൊരു ആഫ്റ്റർ മാർക്കറ്റ് കൊണ്ടിട്ട് മാറ്റി വെക്കണം. അത്യാവശ്യം നല്ല പുള്ളിങ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല പുള്ളി. പുള്ളിക്കനുസരിച്ചുള്ള ബ്രേക്കിംഗ് ഉണ്ട്. റിയർ ബ്രേക്ക് കുറച്ച് ഹാർഡാണ്. ഞാനിപ്പോൾ ഫുഡൊക്കെ റിയർ ബ്രേക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബൂസ്റ്റ് ഇട്ടിട്ടാണ്. ഇങ്ങനത്തെ സംഭവമെല്ലാം ഓടിക്കുമ്പോൾ ബസ്സൊന്ന് ഓടിച്ച് ശീലമാവുക, എന്നിട്ട് ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ ഓടിക്കും. പിന്നെ കഴിവതും സേഫ്റ്റി കേസൊക്കെ ഇട്ടിട്ട് ഓടിക്കും. ഇതിൻ്റെ ടോർക്കൊന്നും ഓവൻ്റെ ടോർക്ക് എങ്ങനെയുണ്ട്. ഞാൻ 4th ഗിയറിൽ ആണുള്ളത്. ഫിഫ്റ്റിലിട്ടിട്ടുണ്ട്. നോക്കിംഗ് ഒന്നും നോക്കാം, ചെറിയൊരു നോക്കിംഗ് ഉണ്ട്. ഓക്കെ, 4th-ലിട്ടിട്ട് 4th നോക്കിംഗ് ഉണ്ട്. 4th നോക്കിംഗ് ആണ്. 3rd ഗിയർ എത്ര പോകുന്നുണ്ട്. നോക്കിംഗ് പറയും. ബ്രേക്കിങ് സൂപ്പറാണ്, പക്ഷെ ബ്രേക്ക് ചെയ്യുമ്പോൾ കുറച്ച് സസ്പെൻഷൻ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. നമ്മളൊരു അഡ്വഞ്ചർ ബൈക്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ബ്രേക്കിങ്. 390 അത്ര ഹാർഡ് വർക്ക്, പക്ഷെ ഹാർഡ് ബ്രേക്സ് അല്ല, നല്ല അത്യാവശ്യം നല്ല ബ്രേക്സ് ആണ്. ഇതിന് വേണമെങ്കിൽ 390 സിന്ദർ പാഡ്സും റീപ്ലേസ് ചെയ്യാമെന്നാണ് KTM-ൻ്റെ ടീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഒരു 2000 സംതിങ് കൊടുത്താൽ മതി. ഓക്കെ, അതുകൂടി ആകുമ്പോൾ ഇത് പിന്നെയും അഗ്രസീവ് ബ്രേക്കിംഗ് ആണ്. അല്ല, പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ ഏത് ഹൈ ഗിയറിനാണെങ്കിൽ എടുത്തിട്ട് കൊണ്ടുപോകാം. വലിയ പ്രശ്നമൊന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇതുവരെ ഇല്ല. ഓക്കെ, നോക്കാം. സിറ്റിയിൽ ടൗണിലോട്ടൊന്ന് പോയിട്ട് ചെറിയ സമയത്താണ്. നല്ല റിഫൈൻഡ് എഞ്ചിനാണ്, നല്ല സുഖമുണ്ട് ഓടിക്കാൻ. നല്ല ബാലൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ KTM-നെ അറിയാമല്ലോ, കോർണറിങ്ങിന് സൂപ്പറാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കോർണറിങ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ റോഡൊക്കെ പൊട്ടിപ്പോയി നന്നാറായിട്ടുണ്ട്. ഞാനിപ്പം അങ്ങനത്തെ സ്ഥലത്തല്ല. ഈ ഭാഗത്തുള്ള ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഹോണ് അത്ര ഇഷ്ടപ്പെടുത്തു. ഓക്കെ, ഹോണ് ലൗഡാണ്, പക്ഷെ ഒരു സുഖമില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞ മാതിരി ദൂരത്തുനിന്ന് കാണുന്ന ആൾക്ക് 390 ആണോ, ഫ്രണ്ട് കാണുന്ന ആൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇത് 390 ആണോ 250 ആണോ. മീൻസ് അത്ര യൂസ് ചെയ്ത ആൾക്കാർ, ബൈക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും.
അതിനൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സൈഡത്തെ പാനൽസ്, ഈ ഒരു സൈഡിലെ പാനൽസ് 390 കുറച്ചും കൂടി ലെങ്തിയാണ്, ഇതിന് കുറച്ച് ലെങ്ത് കുറവാണ്. അതും റീപ്ലേസ് ചെയ്ത് വെക്കാം പറയുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എടുത്തിട്ട് പറഞ്ഞിട്ട് ഓടിച്ചോ എന്ന് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കണ്ടില്ല. അതേപോലെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇതൊക്കെ കറക്റ്റ് പ്ലാനുള്ള. അപ്പം ഞാനിത് ഇപ്പോൾ നിർത്തിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3rd ഇയർ ഞാൻ നിർത്താൻ തുടങ്ങി. നല്ലൊരു ക്ലച്ച് കൺട്രോളൊക്കെ നമുക്ക് 3rd തന്നെ പോവാം, നിർത്താൻ തന്നെ പോവാം, ഇപ്പോൾ ഗിയർ ഡൗൺ ചെയ്യാൻ തന്നെ പോവാം. മുമ്പൊക്കെ എങ്ങനെയാണ്, മുമ്പൊക്കെ സ്മൂത്താണ്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാൻ തോന്നുന്നു. ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ, റൈഡിങ് പോസ്റ്റർ അങ്ങനെയാണ്. ഇത് ഒരു എന്താ പറയുക, കാല് നമ്മൾ ബാക്കോട്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്പോർട്ടീവായിട്ട് യൂസ് ചെയ്യാൻ, നേക്കഡ് സ്പോർട്ട് ബൈക്ക് കറക്റ്റ് യൂസ് ചെയ്യുന്ന പോലെയാണ്. നമ്മളെ ലെഗൊക്കെ നല്ല ബെൻഡായിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്കൊന്ന് കുറച്ച് ശാന്തമായ രീതിയിൽ പോകാം. നല്ല സൗണ്ടാണ് കേട്ടോ, എൻജിൻ സൗണ്ട്, എക്സോസ്റ്റ് നോട്ടൊക്കെ വളരെ നൈസ്. ഈ ഒരു ലൊക്കേഷൻ കണ്ണൂരിലെ കണ്ണൂർ ക്യാൻറ്റോൺമെൻറ്റ് ആർമിയുടെ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് മോഹൻലാലിന് ട്രെയിനിങ് കിട്ടിയത്. ലെഫ്റ്റനൻറ്റ് കേണൽ ഇതാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല, സോറി. അപ്പോൾ ഒരു 360 വാക്ക് അറൗണ്ട് നടത്താം. വണ്ടീൻ്റെ ലുക്ക് മാരക ലുക്കാണ്. ഞാൻ പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് 390 ആണോ 250 ആണോ എന്നറിയില്ല. അതേപോലെ തന്നെ ഫ്രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 390 ആണോ 250 ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെയാണ് ഒരു 250 എന്ന് പറഞ്ഞാൽ ഇത്. അതേപോലെ ഇത് പൊതുവെ ഡ്യൂക്കിലൊക്കെ സ്റ്റിക്കറിങ്ങിൻ്റെ ഏറും കളിയാണ്. ഇപ്പം ആകെ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റിക്കർ ഇവിടെ ഒന്ന്, അതുപോലെ ഇവിടെ ഒരു KTM എന്ന് പറഞ്ഞ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സസ്പെൻഷൻ WP എപെക്സ് UST ഫോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ മോണോഷോക്ക് കൊടുക്കുന്നതിന് പകരം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും, സെൻറ്ററിലല്ല, കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ചേർന്നിട്ടാണ് മോണോഷോക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ വെച്ചതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ്ഗർ എയർ ബോക്സ് വെക്കാൻ പറ്റിയെന്ന്, അതേപോലെ സീറ്റ് ഹൈറ്റ് കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 249.07 cc. KTMൻ്റെ പുതിയ സീരീസ് LC4C എൻജിൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ ഒരു SOHC ആണ്. ഓക്കെ, പിന്നെ ഫ്രണ്ട് ഡിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗം കട്ടൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് 320 mm ഡിസ്ക്കാണ്. റെയർ ബൈക്ക് ഒരു 240 mm ഡിസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം പഞ്ചിയായിട്ടുള്ള, അത്ര പവറില്ല എന്നാലും ഓക്കെ. നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ടേൺ ഓൺ ആകുമ്പം ഈ രണ്ട് സൈഡ് ഓക്കെ LED DRL. ഇതേപോലെ പാസ് കൊടുത്തിട്ടുള്ളത്, ഹസാർഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നൊരു 3 LED ബൾബ് വെച്ചിട്ടുള്ള സെറ്റപ്പാണ് ഇൻഡിക്കേറ്ററിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
പിന്നെ വണ്ടി വരുന്നത് 3 കളറിലാണ്. ഒന്ന് ബ്ലൂ, ഇതാണ് ബ്ലൂ കളറിൽ ഇവിടെ ബ്ലൂ, ടാങ്ക് ഓൾസോ ബ്ലൂ. ഓക്കെ, ബാക്കി ബാക്ക് സൈഡൊക്കെ ബ്ലാക്കാണ്. ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട്. അതാണിപ്പം കുറച്ചും കൂടി ഒരു ലുക്ക് തരുന്നത്. ഓക്കെ, അത് ഒരു അതിമാരക ലുക്കാണെന്നാണ് പലരും പറയുന്നത്. പിന്നെ വരുന്നത് KTMൻ്റെ ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷൻ. പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു 15 ലിറ്റർ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ടാങ്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാഗ്നറ്റിക് ടാങ്ക് ബാക്കൊക്കെ സെറ്റ് ചെയ്യാം. അതേപോലെ നമുക്കിപ്പോൾ നേരിടുന്ന പ്രശ്നം E20യുടെ E20 സ്പെസിഫിക് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് പേടിക്കാണ്ട് നിങ്ങൾക്ക് ഫ്യൂവലിങ് ചെയ്യാം. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് സീറ്റ് വിത്ത് ദിസ് പാറ്റേൺ. ഓക്കെ, ഇതൊരു സുഖം കിട്ടുന്നുണ്ട്. പില്ലിയണും അത്യാവശ്യം ഇപ്പോൾ നോക്കിക്കോളാം ഇത്ര ഒരു ലെങ്ത്തും ഇത്ര ഒരു വെടുത്തും വരുന്നുണ്ട്. ഓക്കെ, ഇതും സോഫ്റ്റാണ്. പിന്നെ പില്ലിയന് നല്ലൊരു മെറ്റാലിക് എന്താ പറയുക റാബ് ഹാൻഡിലുണ്ട്. ഓക്കെ, ഇതൊരു എന്താ പറയുക ഓൾ അറൗണ്ട് ഒരു ഡബിളിഷ് ലുക്ക്. പിന്നെ എടുത്ത് പറയേണ്ടത് ടൈലൈറ്റ് സെക്ഷൻ. ഓക്കെ, ഇവിടെ 2 കട്ട് സ്പ്ലിറ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അഗെയിൻ LED, അത് കഴിഞ്ഞിട്ടൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം മിക്കവാറും പുതിയ പിള്ളേരൊക്കെ റിമൂവ് ചെയ്തിട്ടായിരിക്കും കൊടുക്കും. അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ചളി തെറിക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ ഇവിടെയുള്ള കവറിങ് കൊടുത്തുകൊണ്ട് ഉള്ളിലോട്ടേക്ക് ചളി തെറിക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, പിന്നെ റബ്ബർ പാഡ്സാണ് കൊടുത്തിട്ടുള്ളത് മെറ്റലിന് ഓരോ. പിന്നെ കൂളൻ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അഡ്വഞ്ചർ സീരീസിലൊക്കെ കാണുന്ന പോലെ ഒരു കേർവ്ഡ് റേഡിയേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു സിംഗിൾ ഫാനായിട്ടേ ഉള്ളൂ. മറ്റേ 390 ഫാൻ 2 ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഓയിൽ ഫിൽറ്റർ ഇവിടെയാണ് വരുന്നത്. പിന്നെ WP എപ്പക്സിൻ്റെ USD ഫോർക്ക് ട്രേഡ് മാർക്ക് KTM. MRFൻ്റെ എനിക്ക് കാണുന്നുണ്ടോ അറിയില്ല. MRFൻ്റെ സ്റ്റീൽ ബ്രേസ് എന്ന് പറഞ്ഞ ടയറാണ്. ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പം 390 കൊടുക്കുന്നത്. ഓക്കെ, ഇത് വരുന്നൊരു 110/70 സെക്ഷൻ. അതേപോലെ റെയറിൽ അഗൈൻ സെയിം സ്റ്റീൽ ബ്രേസ് MRF. ഇതിൻ്റെ സെക്ഷൻ R17 150/60 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ടയറാണ്. അതേപോലെ ചെയിന് കുറച്ച് എക്സ്പോസ്ഡ് ആണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിപ്പോൾ ഈ ഒരു ഹൈറ്റാണ് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഇതിൻ്റെ ബാക്കിലോട്ട് ഇവിടെ വരിക. അതിപ്പോൾ ബൂട്ടൊക്കെ ഇട്ട ആൾക്കാർക്ക് ഇത് ടച്ച് ചെയ്യുന്നുണ്ട്, ഫോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു ചെറിയ ക്രാഷ് ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ഇത്രയേ കിട്ടത്തുള്ളൂ. ഓക്കെ, അത് വേണമെങ്കിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് ഗാർഡ് വെക്കാം. പിന്നെ ഇപ്പോൾ ഡ്യൂക്കിനൊക്കെ കൊടുക്കുന്ന പോലെ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ലൊക്കേഷൻ ചില മലയാളികൾക്കെങ്കിലും പരിചയമുണ്ടാവും. ഇത് ഈ ഒരു വീട് കാണുന്നുണ്ടോയെന്ന് അറിയിക്കുന്നത് നമ്മൾ അയാൾ കഥ എഴുതുകയാണ് എന്ന പടത്തിൻ്റെ ലൊക്കേഷനാണ്. ഓക്കെ, മോഹൻലാൽ, ശ്രീനിവാസൻ. അപ്പം നമുക്ക് വണ്ടി തിരിച്ച് കൊണ്ടുപോയി കൊടുക്കേണ്ട സമയം. ഓക്കെ, അതേപോലെ പറയാനുള്ള സാധനം ഈ ഒരു ഗ്രിപ്പ് നല്ല സുഖമുണ്ട് കേട്ടോ. ഹാൻഡിൽ ബാർ വെറുതെ അല്ല, കുറച്ചൊരു കംഫർട്ടബിളായിട്ടുള്ള ഒരു ഗ്രിപ്പ്. ഞാൻ കൊടുക്കേണ്ട സമയം സുഖമുള്ള വണ്ടിയല്ല. അങ്ങനെ പേടിപ്പിക്കുന്ന 390 പവറോ അങ്ങനത്തെ ഒരു
പെട്ടെന്നുള്ള ബ്രേക്കിങ്ങോ നല്ല സമാധാനത്തോടെ ഓടിക്കാൻ പറ്റിയ വണ്ടി. 390 സ്റ്റൈലിങ്. എനിക്കൊന്നും ഇത് ഇപ്പം ഡ്യൂക്ക് 390 അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഓക്കെ നല്ല അതേപോലെ ഡ്യൂക്ക് 390 അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അതേപോലെ ഒരു 25-35 റേഞ്ചാണ് ആ റേഞ്ചിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഒരു വണ്ടി വേണമെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ഇറ്റ്സ് എ വെരി നൈസ്. അതേപോലെ വൈബ്രേഷൻ ഉണ്ട് ഓക്കെ. വൈബ്രേഷൻ ഹാൻഡിൽ അതായത് ബ്രേക്ക് ഹാൻഡിൽസിലുണ്ട്, ക്ലച്ചിൻ്റെ ഹാൻഡിലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ടാങ്കിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ട് വരും ഓക്കെ. ഈ കാല് സെറ്റ് വെച്ചെടുത്ത് ചെറുതായിട്ട് അതേ ഓവറോൾ ഒരു നമ്മൾ ചെറുതായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വൈബ്രേഷൻ വരും, പിന്നെ അത് പോകും. കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേഷൻ ഒന്ന് വരുമ്പോൾ പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പവർഫുള്ളായിട്ടുള്ളൊരു നമുക്കൊന്ന് ഏറ്റവും പവറുള്ള 250 സീരീസ് സിംഗിൾ സിലിണ്ടർ. എനിക്കൊന്ന് ഇതിന് കോമ്പറ്റീഷൻ വരുന്നത് RR310, BMW നേക്കഡ് വേർഷൻ, R. പിന്നെ കോമ്പറ്റീഷൻ വരാൻ നമ്മളെ ഡോമിനാർ 250 ആ റേഞ്ച് വണ്ടികൾ. ലുക്സ് സൂപ്പറാണ്, പ്രൈസിങ്ങും വളരെ അഗ്രസീവായിട്ടുള്ള പ്രൈസിങ്ങാണ്. നിങ്ങൾക്ക് അണ്ടർ 3 lakhs സാധനം കിട്ടും. ഇതിൻ്റെ പഴയ മോഡലിന് ഏകദേശം ഞാൻ പറഞ്ഞൊരു ഈ DHC മാറ്റിയിട്ട് ഇവർ SOHC ആക്കിയതിന് ശേഷം വളരെ നല്ല റേറ്റാണ്. അതേപോലെ വേറൊരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓടിക്കുന്നത് സെപ്റ്റംബർ ആ സമയമാണ്. ഇപ്പോൾ സെപ്റ്റംബർ 22 ഒരു ടാക്സിൻ്റെ ഇത് വരുന്നുണ്ട്, പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇനിയും താഴാൻ ചാൻസ്. ഏകദേശം 270,000 നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ തോന്നും. ഓൺ റോഡ് പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട് 270,000 ഓക്കെ, വിച്ച് ഈസ് അമേസിങ്.